അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരണീയരായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പ്രിയങ്കരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സാദാത്യങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം വളരെ സ്വാലിഹായ ഒരമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിശുദ്ധമായ ഏതായാലും ആമുഖമൊന്നുമില്ലാതെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഇന്നത്തെ ആദരണീയരായ പ്രഭാഷകരെ ആദരപൂർവ്വം എല്ലാവർക്കും വേണ്ടി ഉസ്താദിന്റെ വീട്ടിൽ പോവുകയും അവിടെ പ്രത്യേകമായിട്ട് സന്ദർശനം നടത്തി അവിടെയുള്ള ചില പഠനങ്ങളിൽ സ്വന്തമായി ഭാഗമാക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ആദരണീയരായ ശ്രോതാക്കളെ, പ്രവാസികളായ സുഹൃത്തുക്കളെ, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിക ദഅവീ രംഗത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംരംഭങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സത്യമായി ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ മറ്റെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയോടുകൂടിയല്ല നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും ആത്മീയമായ വളർച്ചയ്ക്കും വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ സമർപ്പിച്ച ഒരു മഹാമനീഷിയുടെ മരണത്തെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ തുറന്നു കാണിക്കാനും സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ശക്തമായ സമരമാർഗങ്ങളിലേക്ക് ജനങ്ങളുടെ മനസ്സാക്ഷിയെ ഉണർത്തുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത പരമാധികാര മതപണ്ഡിത പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സീനിയർ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു മഹാനായ ഖാളി CM അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. ചെമ്പിരിക്ക ഉസ്താദ് എന്ന പേരിലും ചെമ്പിരിക്ക ഖാളി എന്ന പേരിലുമൊക്കെ അറിയപ്പെട്ടിരുന്ന മഹാനായ ഉസ്താദിനെ ഒരുപക്ഷെ ഉത്തര കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ജനിക്കുകയും അവിടെ തന്നെ ജീവിക്കുകയും അവിടെ തന്നെ കർമ്മമണ്ഡലമായി തെരഞ്ഞെടുക്കുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹം അർഹിക്കുന്ന പേരും പ്രശസ്തിയും പ്രാധാന്യവും ഒന്നും ലഭിക്കാതെ പോയ ഒരു പണ്ഡിതനാണ് ആദരണീയരായ CM ഉസ്താദ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ കുറിച്ച് പറയപ്പെടാറുള്ളതുപോലെ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ലോകം അറിയപ്പെടാതെ പോയ പണ്ഡിതൻ എന്ന് ശംസുൽ ഉലമയെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ ഉത്തര കേരളത്തിൽ ജനിക്കുകയും അവിടെ തന്നെ കർമ്മമണ്ഡലമായി സ്വീകരിക്കുകയും ചെയ്ത ഒരാൾ എന്ന നിലയിൽ കൂടുതൽ അറിയപ്പെടാതെ പോയ ഒരു പണ്ഡിതനാണ് മഹാനായ ഖാളി CM അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് എന്നതിലുപരി ഇന്നും ഉത്തര കേരളത്തിന്റെ വൈജ്ഞാനിക ദാഹം ശമിപ്പിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുന്ന 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ രാജശില്പിയാണ് മഹാനായ ഖാളി അവർകൾ. ഒന്ന്, ഇപ്പോൾ വിഘടിത വിഭാഗം ഏറ്റെടുത്ത് ചതിയിലൂടെ കുതന്ത്രത്തിലൂടെ പിടിച്ചെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദേളിയിലെ ജാമിയ സാദിയ അറബിക് കോളേജ്. മറ്റൊന്ന്, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് ആദരണീയരായ ഖാളി EK മഹ്മൂദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന മർക്കസുദ് ദഅവ കോളേജ്. മൂന്നാമതൊന്ന്, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റഡ് ചെയ്യപ്പെട്ട ദാറുൽ ഇർഷാദ് അക്കാദമി അടങ്ങുന്ന മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്. ഈ 3 സ്ഥാപനങ്ങളും രൂപീകരിക്കുന്നതിന് വേണ്ടി കഠിനമായ പരിശ്രമം നടത്തുകയും അതിനെ ഇന്ന് കാണുന്ന രീതിയിൽ വളർത്തി
പന്തലിപ്പിക്കുന്നതിൽ അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്തത് മഹാനായ ഖാളി CM അബ്ദുള്ള മുസ്ലിയാർ ആയിരുന്നു. സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് നാട്ടുനടപ്പിൽ കാണുന്നത് പോലെ 4 കുട്ടികളും 10 ഉസ്താദുമാരും 40 റിസീവർമാരുമുള്ള സ്ഥാപനങ്ങളല്ല. അദ്ദേഹം ഏറ്റവും കഷ്ടപ്പെട്ട് വളർത്തിയ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന് ഇന്ന് 200 കോടിയിലേറെ അങ്ങനെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളുടെ രാജശില്പി എന്ന് മാത്രമല്ല, അതിന്റെ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനെ വളർത്തിക്കൊണ്ടുവരാൻ അശ്രാം ഉസ്താദുകളെ കുറിച്ച് ഒരു ചെറിയ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആമുഖമായി ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗോളശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന, അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന്റെയും പരസ്പര സാഹോദര്യത്തിന്റെയും വിഷയത്തിൽ അനൽപമായ സംഭാവനകൾ അർപ്പിച്ചിരുന്ന, ഉത്തര കേരളത്തിലെ ശിഹാബ് തങ്ങൾ എന്ന പേരിൽ പോലും വിളികൊണ്ടിരുന്ന മഹാമനീഷിയായിരുന്നു ആദരണീയരായ CM ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. മഹാനവറുകൾ 2010 ഫെബ്രുവരി 15-ാം തീയതിയാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. അത് ഒരു സാധാരണ മരണമായിരുന്നില്ല. മഹാനവറുകളുടെ വീട്ടിനടുത്തുള്ള ചെമ്പിരിക്ക കടപ്പുറത്തെ കടലിൽ നിന്നാണ് ഉസ്താദിന്റെ ഭൗതിക ശരീരം ജനാസ ലഭ്യമാവുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകൾ അവിടെ ഉണ്ടായിരുന്നു. മഹാനവറുകളുടെ ചെരുപ്പും അതുപോലെ തന്നെ ഊന്നുവടിയും ടോർച്ചും കടുക്കക്കല്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുർഘടമായ പാറക്കെട്ടുകൾക്ക് മുകളിൽ കൃത്യമായി അടുക്കി വെക്കപ്പെട്ട നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഇതൊരാസൂത്രിതമായ കൊലപാതകമാണ് എന്ന ദിശയിലേക്ക് വിരൽ ചൂണ്ടാൻ അവരെ പ്രേരിപ്പിച്ച നിരവധി സാഹചര്യ തെളിവുകളുണ്ടായിരുന്നു. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഏതോ കൃത്യമായ ഒരാസൂത്രണത്തിന്റെയും ഗൂഢാലോചനയുടെയും ഭാഗമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയ അന്വേഷണോദ്യോഗസ്ഥന്മാർ, ലോക്കൽ പോലീസ് മുതൽ CBI വരെ ഉള്ള എല്ലാ അന്വേഷണ ഏജൻസികളും ഒരുപോലെ ഉസ്താദുകൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാരോപിക്കാനാണ് ശ്രമിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയം കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ശക്തമായ പ്രക്ഷോഭങ്ങൾ, ഈ വിഷയത്തിൽ സത്യം പുറത്തുകൊണ്ടുവരാൻ കേരളീയ മുസ്ലിങ്ങളുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നതിന് വേണ്ടി ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന തെളിച്ചം മാസികയിൽ ഒരു പ്രത്യേക പതിപ്പായി ഉസ്താദ് അവറുകളുടെ ദുരൂഹ മരണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെമ്പിരിക്കയിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ നേരിട്ട് ചെന്ന് ഉസ്താദ് അവറുകളുടെ കുടുംബാംഗങ്ങളുമായും അതുപോലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുമായും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ചില സത്യങ്ങളാണ് ഈ പ്രഭാഷണത്തിലൂടെ ഇസ്ലാമിക് ഓൺലൈൻ ക്ലാസ് റൂമിന്റെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, മഹാനവറുകൾ 77 വയസ്സ് പ്രായമായ വന്യവയോധികനായിരുന്നു. അവസാന കാലത്ത് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തതിനാൽ ഇരുന്ന് നിസ്കരിച്ചിരുന്ന, മറ്റൊരാളുടെ സഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതിരുന്ന, ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വേട്ടയാടിയിരുന്ന ആളായിരുന്നു, വ്യക്തിയായിരുന്നു മഹാനായ ഖാളി അവറുകൾ. അങ്ങനെയുള്ള മഹാനവറുകൾ ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വാതിൽ പുറത്തുനിന്ന് പൂട്ടി അതിന്റെ ചാവി 50 മീറ്റർ അകലെയുള്ള കിണറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച ശേഷം 750 മീറ്റർ ദൂരത്തുള്ള കടപ്പുറത്തേക്ക് നടക്കുകയും സാധാരണ ആരോഗ്യമുള്ള യുവാക്കൾക്ക് പോലും നടന്ന് കയറാൻ ദുർഘടമായ പ്രയാസമുള്ള പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി തന്റെ വടിയും ടോർച്ചും കണ്ണടയുമൊക്കെ കൃത്യമായി അടുക്കി വെച്ചതിന് ശേഷം കടലിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ലോക്കൽ പോലീസ് മുതൽ CBI വരെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കഥ തങ്ങളുടെ വാദത്തെ സാധൂകരിക്കാൻ, തങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളെ ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അസംബന്ധം എന്ന് വിശേഷിപ്പിക്കാൻ ഒരു CBIയുടെ ബുദ്ധിയൊന്നും ആവശ്യമുണ്ടാവില്ല. സാമാന്യ ബുദ്ധി വെച്ച്, സാധാരണ ബുദ്ധി വെച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ, ആലോചിക്കുമ്പോൾ തന്നെ ഉസ്താദിനെ പോലെ വന്യോധികനായ ഒരാൾക്ക്, അതും കറുത്ത വാവിന്റെ രാത്രി, അന്ന് രാത്രി ചെമ്പിരിക്ക കടപ്പുറത്ത് കരണ്ടുണ്ടായിരുന്നില്ല, വൈദ്യുതി ഉണ്ടായിരുന്നില്ല.
കറുത്തവാവിന്റെ രാത്രി, കരണ്ടില്ലാത്ത രാത്രിയിൽ 77 വയസ്സ് പ്രായമുള്ള വന്യവയോധികനായ ഒരു മനുഷ്യൻ തന്റെ കണ്ണട പോലും ഉപയോഗിക്കാതെ വടിയും കുത്തിപ്പിടിച്ച് 750 മീറ്റർ അകലേക്ക് നടക്കുകയും ദുർഘടമായ പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അത് വിശ്വസിക്കുക സാധ്യമല്ല. മാത്രമല്ല, നിരവധി സാഹചര്യ തെളിവുകൾ ഉസ്താദ് അവറുകളുടേത് ഒരു ആത്മഹത്യയായിരുന്നില്ല, ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി സാഹചര്യ തെളിവുകൾ വേറെയുമുണ്ട്. തുടക്കം മുതൽ തന്നെ അന്വേഷണം വഴിതിരിച്ചുവിടാനും തെളിവുകൾ നശിപ്പിക്കുവാനും വേണ്ടിയാണ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ശ്രമിച്ചിരുന്നത്. രാവിലെ ഏകദേശം 7:30 മണിയാകുമ്പോഴാണ് ഈ വാർത്ത നട്ടലോടുകൂടി ലോകം അറിയുന്നത്. മഹാനായ ഖാളി CM അബ്ദുള്ള മുസ്ലിയാരുടെ ശരീരമാണ് കടലിൽ നിന്ന് ലഭിച്ചത് എന്ന്. വാർത്ത പുറത്തറിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ അന്ന് കാനങ്ങാട് DYSP ആയിരുന്ന P ഹബീബുർ റഹ്മാൻ സർവസന്നാഹങ്ങളോടുകൂടി ഔദ്യോഗിക വേഷത്തിൽ ഔദ്യോഗിക വാഹനം ഉപയോഗപ്പെടുത്തി ചെമ്പിരിക്ക കടപ്പുറത്തേക്ക് ഓടിയെത്തി. ആ പരിസരങ്ങൾ, ആ പ്രദേശങ്ങൾ പരിചയമുള്ളവർ ഒരുപക്ഷെ പ്രേക്ഷകരിലുണ്ട്, ശ്രോതാക്കളിലുണ്ടാവാം. അവർക്കറിയാം, അരമണിക്കൂർ നേരം കൊണ്ട് കാനങ്ങാട്ടെ DYSP ഹോസ്പിറ്റലിൽ നിന്ന് ഉസ്താദ് അവറുകളുടെ ശരീരം കണ്ടെടുക്കപ്പെട്ട ചെമ്പിരിക്ക കടപ്പുറത്തേക്ക് ഒരിക്കലും DYSP ഹബീബുർ റഹ്മാനി എത്താൻ കഴിയില്ല. എന്നാൽ ഇത്ര ധൃതിപ്പെട്ട് ഇത്ര പെട്ടെന്ന് വല്ലാത്തൊരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഹബീബുർ റഹ്മാൻ കടപ്പുറത്തെത്തിയെങ്കിൽ അതിന്റെ അർത്ഥം ഹബീബുർ റഹ്മാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു എന്നാണ്. ഈ ഗൂഢാലോചനയിൽ ഹബീബുർ റഹ്മാൻ വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അങ്ങനെ കടപ്പുറത്തേക്ക് ധൃതി പിടിച്ച് ഓടിയെത്തിയ ഹബീബുർ റഹ്മാൻ മഹാനായ ഖാളി CM അബ്ദുള്ള മുസ്ലിയാരുടെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള കറുത്ത കരങ്ങളെ കണ്ടെത്താനുള്ള പ്രാഥമിക നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്ത ബോധത്തെ നമുക്ക് ശ്ലാഘിക്കാമായിരുന്നു. എന്നാൽ കടപ്പുറത്തെത്തിയ ഹബീബുർ റഹ്മാൻ ചെയ്തത് ദീർഘനേരം രഹസ്യമായി എല്ലാവരിൽ നിന്നും മാറി നിന്ന് ആരോടോ രഹസ്യ ഫോൺ സംഭാഷണം നടത്തുകയായിരുന്നു. കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാവട്ടെ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പ്രാഥമികമായ അന്വേഷണങ്ങൾ പോലും നടത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വളരെ അലക്ഷ്യമായി വിഷയം കൈകാര്യം ചെയ്യാനാണ് ശ്രമിച്ചത്. മഹാനവറുകളുടെ വടിയും അതുപോലെ തന്നെ ടോർച്ചും ചെരുപ്പും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വടിയിൽ ചെരുപ്പ് കോർത്ത് കൈകൊണ്ട് ടോർച്ച് കയ്യിലെടുത്ത് 15 മീറ്റർ മുകളിലേക്ക് മാറ്റിവെക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇത് കണ്ടറിഞ്ഞ നാട്ടുകാരും അതുപോലെ തന്നെ അവിടെ കൂടിയിരുന്നവരുമൊക്കെ ശക്തമായി പ്രതിഷേധിച്ചതുകൊണ്ട് മാത്രമാണ് ആദ്യമുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ വെച്ച് സ്ഥലം മാർക്ക് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായത്. ഇവിടെ നാടകങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹബീബുർ റഹ്മാൻ ധൃതിപ്പെട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ, അയാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലൂടെ, പറമ്പിലൂടെ മഹാനായ ഉസ്താദ് അവറുകളുടെ വീട്ടിലേക്ക് ധൃതി പിടിച്ച് ഔദ്യോഗിക വാഹനം പോലും ഉപയോഗപ്പെടുത്താതെ നടന്നു പോവുകയാണ് ഉണ്ടായത്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉസ്താദ് അവറുടെ വീട് പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയോ കുടുംബാംഗങ്ങളുടെയോ മക്കളുടെയോ ഒന്നും സാന്നിധ്യമില്ലാതെ എല്ലാ നിയമത്തെയും കാറ്റിൽ പറത്തി നിയമവിരുദ്ധമായി അദ്ദേഹം ഏകപക്ഷീയമായി പൂട്ട് പൊളിച്ചകത്ത് കടന്നു. ഡോഗ് സ്ക്വാഡിനെയും ഫിംഗർ പ്രിന്റ് വിദഗ്ധന്മാരെയും കൊണ്ടുവന്ന് അന്വേഷണം നടത്തണം എന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോഴും ആ ആവശ്യമൊക്കെ തിരസ്കരിക്കുകയായിരുന്നു, പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഹബീബുർ റഹ്മാനും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചെയ്തിരുന്നത്. മാത്രമല്ല, ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടവരോട് അങ്ങനെ കൊണ്ടുവന്നാൽ പോലീസ് നായ ആദ്യം നിന്റെ വീട്ടിലായിരിക്കും ഓടിക്കയറുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ കടന്ന് ഒരു സൂക്ഷ്മതയും പാലിക്കാതെ വ്യക്തമായ കൃത്യവിലോപം കാണിച്ചുകൊണ്ട് തന്നെ ഹബീബുർ റഹ്മാൻ വീട്ടിനകത്ത് കടന്നു. വീട്ടിൽ മുഴുവൻ പരിശോധന നടത്തി. ഇതിനിടയിലാണ് ഉസ്താദ് അവറുകളുടെ മേശപ്പുറത്ത് ഉസ്താദ് ഉപയോഗിച്ചിരുന്ന ഡയറിയിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെടുത്തുകൊണ്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞ് ആഘോഷത്തോടുകൂടി ആ കുറിപ്പ് കസ്റ്റഡിയിലെടുക്കുകയും
കാസർഗോഡ് ഭാഗത്ത് ബ്ലാക്ക് മെയിലിംഗിന് പേരുകേട്ട സായാഹ്ന പത്രമായ ലേറ്റസ്റ്റിന്റെ പത്രാധിപർ അരവിന്ദൻ മാണിക്കോട്ടിനെ പ്രത്യേകം വിവരമറിയിച്ച് വിളിച്ചു വരുത്തുകയും അയാൾക്ക് വേണ്ടി മാത്രം ആത്മഹത്യാ കുറിപ്പാണെന്ന് പറഞ്ഞ് പ്രസ്തുത കുറിപ്പുമായി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ കുറിപ്പ് മഹാനായ ഉസ്താദ് അവർകൾ രചന നിർവഹിച്ചുകൊണ്ടിരുന്ന ബുർദ പരിഭാഷയിലെ ഒരു പരിഭാഷയിൽ ചേർക്കേണ്ട ഒരു കുറിപ്പായിരുന്നു. ലോകപ്രശസ്തമായ ഇമാം ബൂസീരി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ നൂറ്റാണ്ടുകളായി ലോകത്തെങ്ങുമുള്ള പ്രവാചകാനുരാഗികളെ ആത്മഹർഷം കൊള്ളിക്കുന്ന ബുർദ എന്ന ലോകപ്രശസ്തമായ ഖസീദയിലെ 28ാമത്തെ വരി, വലംതു സുന്നത മൻ അഹ്യൽ വലാമ ഇല അനിസ്തകത് ഖദമാഹു ളുറ മിൻ വറമി. പാതിരാത്രിയിലും സ്വന്തം കാലുകൾ നീരുകെട്ടി വീർക്കുന്നതുവരെ ഇബാദത്ത് കൊണ്ട് പാതിരാത്രികളെ സജീവമാക്കിയിരുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന റസൂലെ, അങ്ങയുടെ സുന്നത്തിനോട് ഞാൻ അതിക്രമം കാണിച്ചിരിക്കുന്നു എന്നർത്ഥം വരുന്ന ബൈത്തിന്റെ പരിഭാഷ മഹാനവറുകൾ തന്റെ ഡയറിയിൽ എഴുതി വെച്ചതായിരുന്നു. ഇതിനെയാണ് കാൽമുട്ടിലെ വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന ആത്മഹത്യക്കുറിപ്പാണിത് എന്ന് ഹബീബുർ റഹ്മാൻ എന്ന് പറയുന്ന അവറുകൾ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുല്ലാഹി അലൈഹി ബുർദയുടെ രചനയിലൂടെ തന്നെ ഗ്രസിച്ച മാരകമായ രോഗത്തിൽ നിന്ന് ശമനം നേടിയതുപോലെ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ആ ബുർദക്ക് പരിഭാഷ രചിച്ചാൽ അതിൽ നിന്ന് ശിഫ ലഭിക്കും എന്ന ആഗ്രഹത്തോടുകൂടി ബുർദ പരിഭാഷയുടെ പണിപ്പുരയിലായിരുന്നു. ആ പുസ്തകത്തിന്റെ വർക്കുകൾ ചെയ്തിരുന്നത് ദാറുൽ ഇർഷാദ് ഉസ്താദ് അവറുകളുടെ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ദാറുൽ ഇർഷാദ് അക്കാദമിയുടെ പ്രിൻസിപ്പളും ചെമ്മാട് സ്വദേശിയുമായ ഉസ്താദ് ഇസ്മായിൽ ഹുദവിയായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് നേരിട്ട് സാക്ഷ്യപ്പെടുത്തിയത് ഉസ്താദ് അവറുകളുടെ ശൈലി, സാധാരണ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തുകുത്തുകളും DTP വർക്കുകളുമൊക്കെ ചെയ്തിരുന്നത് ഇസ്മായിൽ ഹുദവിയാണ്. ഉസ്താദിന്റെ ശൈലി സാധാരണഗതിയിൽ ആദ്യം എഴുതിയ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് പ്രത്യേകം ഒരു പേപ്പറിൽ എഴുതി കൊടുക്കാറായിരുന്നു ഉസ്താദിന്റെ ശൈലി. അങ്ങനെ 28ാമത്തെ വരിക്ക് താൻ ആദ്യം എഴുതിയ പരിഭാഷ പൂർണ്ണമല്ല എന്ന് പിന്നെ മനസ്സിലാക്കി ഉസ്താദ് അവർകൾ അത് തിരുത്താൻ വേണ്ടി എഴുതി വെച്ച കുറിപ്പ് കയ്യിലെടുത്തിട്ടാണ് എന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരിക്കലും യോജിക്കാത്ത വല്ലാത്തൊരു ആവേശത്തോട്, വന്യമായ ആവേശത്തോടുകൂടി എനിക്ക് കിട്ടേണ്ടത് ആത്മഹത്യാക്കുറിപ്പാണെന്ന രീതിയിൽ പത്രപ്രവർത്തകർക്ക് മുന്നിൽ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിറ്റേന്ന് ചില പത്രങ്ങളിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ വരാൻ കാരണം. അങ്ങനെ ആദ്യാന്തം ഉസ്താദ് അവറുകളുടെ മരണത്തിനെ സംബന്ധിച്ചുള്ള ഒരുപക്ഷെ ഉസ്താദ് അവറുകളെ ഇല്ലായ്മ ചെയ്ത കറുത്ത കരങ്ങളെ കണ്ടെത്താനുള്ള എല്ലാ തെളിവുകളെയും ഇല്ലായ്മ ചെയ്യാനാണ് DYSP ഹബീബുർ റഹ്മാൻ ശ്രമിച്ചത്. മുമ്പും ഇതുപോലെ ആരുടെയൊക്കെ സ്വാധീനത്തിന് വഴങ്ങി 2-3 കൊലപാതകങ്ങൾ ആത്മഹത്യയാക്കിയ ചരിത്രം ഹബീബുർ റഹ്മാൻ ഉണ്ട് എന്ന് അദ്ദേഹത്തെ പരിചയമുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല മഹാനായ ഉസ്താദ് അവറുകളെ പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് സർജനും എല്ലാ സംവിധാനങ്ങളുമുള്ള കണ്ണൂർ ജില്ലയിലെ പെരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാശി പിടിച്ചത് വേണ്ട, കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ എല്ലാ സൗകര്യവും ഏർപ്പെടുത്തി തരാം, അവിടെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്താം എന്നായിരുന്നു. അങ്ങനെ ആത്യന്തം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് സംശയാസ്പദമായ നിരവധി കാര്യങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ടു പോകില്ല എന്ന് മനസ്സിലാക്കിയാണ് SKSSF പോലുള്ള സമസ്തയെപ്പോലുള്ള നമ്മുടെ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരുമൊക്കെ അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ ആദ്യം ക്രൈം ഡിറ്റാച്ച്മെന്റും പിന്നീട് ക്രൈം ബ്രാഞ്ചും പിന്നീട് CBIയും ഈ വിഷയം അന്വേഷിച്ചു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയും ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പോലും ഉസ്താദ് അവർകൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിലെ പ്രസക്തമായ ഭാഗങ്ങൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ കാര്യമായി സൂചിപ്പിച്ചത് സർവാദരണീയരായ കാളിയെ ഒരാളും കൊല്ലപ്പെടുത്താൻ സാധ്യതയില്ല എന്നതാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ
തള്ളിക്കളയാവുന്ന ഒരു വാദമാണ്. ലോക ചരിത്രത്തിൽ സർവാദരണീയരായ ആളുകളുടെ ജീവിതം അപായപ്പെടുത്തിയതിനും ജീവിതം അപായപ്പെടുത്താൻ ശ്രമിച്ചതിനും എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഉസ്താദ് അവറുകൾ സർവാദരണീയനാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന CBI തന്നെ അതിന്റെ മറുപുറം കൂടി ചിന്തിക്കണമായിരുന്നു. ഇത്രമാത്രം സർവാദരണീയനായ ആർക്കും ഒരു പകയുമില്ലാത്ത ഉസ്താദ് അവറുകൾ ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് സങ്കല്പിക്കാൻ കഴിയുക? പിന്നെ മറ്റൊരു കാര്യം CBI റിപ്പോർട്ടിൽ പറയുന്നത് ഉസ്താദ് അവറുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്തു എന്നതാണ്. ഇതും പ്രഥമ ദൃഷ്ട്യാ തന്നെ തള്ളിക്കളയാൻ പറ്റുന്ന അസംബന്ധ ജടിലമായ ഒരു വാദമാണ്. കാരണം ഉസ്താദ് അവറുകളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി പ്രമേഹ രോഗത്തിനുള്ള പെൻസിലിൻ സ്വന്തമായി കുത്തിവെക്കുകയും തന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളാണ് മഹാനായ ഉസ്താദ് അവറുകൾ. അഥവാ വാദത്തിനു വേണ്ടി CBIയുടെ ഈ ന്യായത്തെ നമ്മൾ അംഗീകരിച്ചാൽ പോലും രോഗങ്ങൾ സഹിക്കാൻ കഴിയാതെ, വേദന സഹിക്കാൻ കഴിയാതെ ഉസ്താദ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന CBIയുടെ ഈ വിഡ്ഢിത്തം നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ഉസ്താദ് അവറുകൾക്ക് ആത്മഹത്യ ചെയ്യാൻ ഇത്രയും സങ്കീർണമായ ഒരു മാർഗം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. താൻ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഡോസ് ഒന്ന് കുറക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്താൽ ആരും അറിയാതെ ഉസ്താദ് അവറുകൾക്ക് ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു. എന്നാൽ തനിക്കും തന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും സമുദായത്തിനും സംഘടനക്കും ഒക്കെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഈ വഴി ഒരിക്കലും ഉസ്താദ് അവറുകൾക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ സ്വീകരിക്കേണ്ടി വരുമായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വാദം, ഉസ്താദിനൊരിക്കലും ആ കടുക്കക്കല്ലുകൾ എന്നറിയപ്പെടുന്ന ആ ദുർഘടമായ പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി എത്താൻ കഴിയില്ല എന്ന വാദത്തെ തള്ളിക്കളയാൻ CBI മുന്നോട്ട് വെച്ചത് മരണപ്പെടുന്നതിന്റെ മുമ്പത്തെ ദിവസം ചെമ്പിരിക്കയിൽ തന്നെയുള്ള മഹാനവറുകളുടെ പ്രപിതാക്കന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ മഹാനായ ഉസ്താദ് അവറുകൾ പോയിരുന്നു. ഒരുപാട് പടിക്കെട്ടുകൾ ചവിട്ടിക്കടന്നാണ് പോയത്. അതുപോലെ തന്നെ പാറക്കല്ലുകളുടെ മുകളിലും കയറാമല്ലോ എന്ന ഒരു വാദം വെച്ചാണ് ഈ ഒരു സുപ്രധാനമായ തെളിവിനെ തള്ളിക്കളയാൻ CBI ശ്രമിച്ചിട്ടുള്ളത്. രണ്ട് വിഷയമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെമ്പിരിക്ക പള്ളിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മക്ബറയിലേക്ക് പോകുന്ന പടിക്കെട്ടുകളും പാറക്കെട്ടുകളും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടുകൂടി കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് മഹാനവറുകളുടെ പ്രപിതാക്കളുടെ മക്ബറ സിയാറത്ത് ചെയ്യുന്ന കെട്ടിടത്തിലേക്കുള്ള പടിക്കെട്ടുകൾ. മാത്രമല്ല ഉസ്താദ് അവറുകൾക്ക് നിരന്തരമായ പരിചയമുള്ള സ്ഥലം. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി പാറക്കെട്ടുകൾ ദുർഘടമായ വഴികൾ കടന്നിട്ട് വേണം പാറക്കെട്ടിന്റെ മുകളിലെത്താൻ. രണ്ടും പരസ്പരം സദൃശ്യപ്പെടുത്തുന്നത് തന്നെ തെറ്റാണ്. മാത്രമല്ല ഇസ്ലാം വളരെ കർശനമായി വിരോധിച്ചിട്ടുള്ള ആത്മഹത്യ എന്ന് പറയുന്ന ഒരു മഹാപാതകം ചെയ്യാൻ ഉസ്താദ് അവറുകൾ അതിന്റെ മുമ്പത്തെ ദിവസം തന്റെ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായിരുന്ന ആ പ്രദേശത്തെ കാളിമാരായിരുന്ന മഹാന്മാരായ ആളുകളുടെ ആശീർവാദം തേടിപ്പോകും എന്ന് കരുതുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. അപ്പോൾ ഇങ്ങനെ പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് റദ്ദ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് തന്നെ തള്ളിക്കളയാൻ കഴിയുന്ന നിരവധി അസംബന്ധ ജടിലമായ വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് CBI ഇത് ആത്മഹത്യയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെരിയാട് മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ നൽകിയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ കൂടി മഹാനവറുകളുടെ മഹാനവറുകളുടെ മരണം ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്നതിന് സൂചന നൽകുന്നതാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4 ആന്റിമോർട്ടം മുറിവുകളെ കുറിച്ചാണ് പോലീസ് സർജൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, 2 കണ്ണുകളുടെയും അടിഭാഗത്തായിട്ട് മുറിവുകളുണ്ട്. അതുപോലെ തന്നെ 2 കാലുകളിലും വലിച്ചേച്ച പാടുപോലെ മുറിപ്പാടുകളുണ്ട്. അതുപോലെ കശേരു എല്ലുക്കൾ തകർന്നിട്ടുണ്ട്, കഴുത്തെല്ലുക്കൾ തകർന്നിട്ടുണ്ട്. ഈ 4 ആന്റിമോർട്ടം മുറിവുകളെ കുറിച്ചാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. CBI പറയുന്നത് ഇത് സ്വാഭാവികമായി കടലിലേക്ക് എടുത്തു ചാടുമ്പോൾ പാറക്കെട്ടുകളിൽ തട്ടിയിട്ടാണ് കാലിനും കണ്ണുകളുടെ അടിയിലും മുറിവുണ്ടായത്. കഴുത്തല്ല് തകർന്നത് ഈ ചാട്ടത്തിന്റെ ആഘാതം കൊണ്ടാണ് കഴുത്തല്ലുകൾ പൊളിഞ്ഞുപോയത് എന്നാണ് CBI പറയുന്നത്. എന്നാൽ പ്രഗത്ഭന്മാരായ അഡ്വക്കറ്റുമാരോടും ക്രിമിനൽ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരിക്കലും CBI സങ്കല്പിച്ചുണ്ടാക്കിയതുപോലെ
മഹാനായ ഉസ്താദ് അവർകൾ നടത്തിയെന്ന് അവർ പറയുന്നത് പോലെയുള്ള ചെറിയൊരു ആക്ഷനിൽ ഒരിക്കലും ഇങ്ങനെയുള്ള അപകടം സംഭവിക്കാൻ സാധ്യതയില്ല. മഹാനായ ഖാദി അവർകളുടെ ചെരുപ്പും വടിയും ടോർച്ചും കണ്ടെടുക്കപ്പെടുന്ന സ്ഥലത്താണ് രാത്രി 3 മണിക്ക് ജലനിരപ്പ് ഉണ്ടാവേണ്ടത്. കണക്കനുസരിച്ച് 3 മണി കഴിഞ്ഞ് 3:30 മണിയോടാണ് മരണം നടക്കുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിഗമനം നടത്തിയിട്ടുള്ളത്. ഈ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരല്പസമയം അല്പം മാത്രമേ ജലനിരപ്പിൽ വ്യത്യാസമുണ്ടാവുകയുള്ളൂ. ഈ ഒരു ചെറിയ വ്യത്യാസത്തിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയൊരു ആക്ഷനിൽ ഒരിക്കലും കഴുത്തല്ല് തകരുകയോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെയുള്ള മുറിവുകൾ ഉണ്ടാവുകയോ ചെയ്യില്ല എന്നാണ് പ്രഗത്ഭന്മാരായ ക്രിമിനൽ അഭിഭാഷകന്മാരൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് CN ഇബ്രാഹിം എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറുമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതുപോലെയുള്ള നിരവധി കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എത്രയോ അടിമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തവരുടെ കേസുകളിൽ പോലും വളരെ ദുർലഭമായി മാത്രമേ കഴുത്തല്ല് തകർന്ന ഹിസ്റ്ററിയുള്ളൂ, കേസ് ഹിസ്റ്ററിയുള്ളൂ എന്നാണ് പ്രഗത്ഭനായ ആ അഭിഭാഷകൻ രേഖപ്പെടുത്തിയത്. അതായത് ഉസ്താദ് നടത്തിയെന്ന് CBI നിരീക്ഷിക്കുന്ന, നിഗമനം നടത്തുന്ന ഈ ചെറിയ ഒരു ആക്ഷനിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ കഴുത്തല്ല് തകരാൻ സാധ്യതയില്ല. പിന്നെ ഉള്ള ഒരു സാധ്യത, ആരുടെയോ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി വളരെ കൃത്യമായി ആസൂത്രിതമായി പ്രൊഫഷണൽ കൊലയാളികൾ മഹാനായ ഉസ്താദിന്റെ ജീവിതം ഇല്ലായ്മ ചെയ്യുകയായിരുന്നു എന്നതാണ്. 2 കണ്ണുകൾക്ക് അടിയിൽ കൈവിരലുകൾ ചേർത്തുവെച്ച് തലയിൽ പിന്നോട്ട് സമ്മർദ്ദം ചെലുത്തിയാൽ ഈ രീതിയിലുള്ള കഴുത്തല്ല് തകർന്നുള്ള മരണം സംഭവിക്കാം. ഈ കശേരു എല്ലുകൾ തകരുന്നതോടുകൂടി കഴുത്തിന് താഴ്ഭാഗം മുഴുവൻ നിർജീവമാവുകയും തലയുടെ മുകളിൽ മാത്രം ജീവൻ ബാക്കിയാവുകയും ചെയ്യും. അതുകൊണ്ടാണ് കടലിൽ വീണ ശേഷമാണ് മരണം സംഭവിച്ചത് എന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിഗമനം വരാൻ കാരണം. ഈ രീതിയിലുള്ള സാഹചര്യ തെളിവുകൾക്ക് പുറമെ മഹാനായ ഖാലി CM അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെ വ്യക്തിപരമായി അറിയുന്ന എല്ലാവരും ഐകകണ്ഠേന പറയുന്ന ഒരു യാഥാർത്ഥ്യം, ഖാലിയാർച്ച ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ്. ഖാലിയെപ്പോലെ ഇസ്ലാമിക നിയമങ്ങളിൽ അവഗാഹമുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് മാത്രമല്ല, ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യില്ല. ഈ രീതിയിൽ നിരവധി തെളിവുകൾ, സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല, നിരവധി തെളിവുകൾ ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരെ DYSP ഹബീബ് റഹ്മാൻ ഭീഷണിപ്പെടുത്തിയതിന് തെളിവുകളുണ്ട്. അതുപോലെ തന്നെ ഈ കേസന്വേഷണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സാമൂഹിക പ്രവർത്തകരോടൊക്കെ CBI അടക്കം ഈ ഉസ്താദിന്റെ മരണം ഒരു ആത്മഹത്യയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CBIയുടെ ഉദ്യോഗസ്ഥന്മാർ പോലും ബന്ധപ്പെട്ടതിന് രേഖകളുണ്ട്. അതുപോലെ തന്നെ പോളിഗ്രാഫ് ടെസ്റ്റിൽ 2 ആളുകൾ പരാജയപ്പെട്ടിരുന്നു. അവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്താൻ CBI തയ്യാറായില്ല. അതുപോലെ ഉസ്താദ് അവർ മരണപ്പെട്ട ദിവസം രാത്രി 3 മണി നേരത്ത് ഒരു കാറ് കടപ്പുറത്ത് വന്നതായി ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. അതേ സമയത്ത് ഒരാളുടെ നിലവിളിയുടെ ശബ്ദം കേട്ടതായി കടപ്പുറത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ മൊഴി നൽകിയിട്ടുണ്ട്. അതുപോലെ ഉസ്താദ് അവരുടെ മരണവുമായി കൂട്ടി വായിക്കാൻ പറ്റുന്ന കുണിയ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ദുരൂഹമായ മരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കേസുമായി ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ദുരൂഹമായ കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിക്കാനോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവാനോ ലോക്കൽ പോലീസ് മുതൽ ക്രൈംബ്രാഞ്ച് CBI വരെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒന്നും തയ്യാറായില്ല എന്നത് പ്രതിഷേധാർഹമാണ്. അവസാനം DYSP ഹബീബ് റഹ്മാൻ എഴുതിക്കൊടുത്ത തിട്ടൂരം അങ്ങനെ തന്നെ ഹൈക്കോടതിയിൽ CBI സമർപ്പിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഹൈക്കോടതി CBIയുടെ കണ്ടെത്തലുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. CBIയുടെ കണ്ടെത്തലുകൾ പരസ്പര വിരുദ്ധങ്ങളാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രധാനമായി ഹൈക്കോടതി സൂചിപ്പിച്ച ഒരു കാര്യം, ഉസ്താദ് അവരുടെ ചെരുപ്പിലോ അതുപോലെ തന്നെ വടിയിലും ടോർച്ചിലും ഒന്നും ജലാംശമോ അതുപോലെ തന്നെ പൂഴിയുടെ അംശമോ മണലിന്റെ അംശമോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി CBIയുടെ ഈ അസംബന്ധ ജടിലമായ അബദ്ധ ജടിലമായ കണ്ടുപിടുത്തങ്ങളെയും റിപ്പോർട്ടുകളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏത്
ആരൊക്കെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും പടപ്പുകളെ മാത്രമേ അവർക്ക് സ്വാധീനിക്കാൻ കഴിയൂ. ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത, ഏത് ശക്തിക്കും അകപ്പെടുത്താൻ കഴിയാത്ത പടച്ച തമ്പുരാന്റെ കോടതിയിൽ നിന്ന് സത്യം പുറത്തു വരുന്ന ഒരു ദിവസത്തിനായി, മനോഹരമായ നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതിനുവേണ്ടി നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥന നിരതരായി, ഇനി ഒരിക്കലും ഒരാൾക്കും ഈ ഒരു രീതിയിലുള്ള ദുർഗതി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മഹാനായ നേതാവിന്റെ ആ ജീവിത വെളിച്ചം തല്ലിക്കെടുത്തിയ കറുത്ത കരങ്ങൾ ആരായിരുന്നാലും ശരി, അവരെ നീതിയുടെയും നിയമത്തിന്റെയും മുന്നിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം ദുആ ആണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയത്തിലേക്ക് അധികാരികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായ സമരങ്ങൾക്ക് SKSSF പോലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ അടക്കമുള്ള സംഘടനകൾ രൂപം കൊടുത്തിട്ടുണ്ട്. ആ സമരവുമായി, ആ പ്രതിഷേധവുമായി നമ്മൾ മനസ്സാ വാചാ കർമ്മണ, ശാരീരികമായും മാനസികമായും ഒക്കെ സഹകരിക്കണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മുറാദുകളും പൂർണ്ണാർത്ഥത്തിൽ ഹാസിലാക്കി തരുമാറാവട്ടെ. ഈ ഒരു വിഷയത്തിൽ സത്യം പുറത്തു കൊണ്ടുവന്ന് മഹാനായ ഉസ്താദ് അവരുടെ ജീവിതം തല്ലിക്കെടുത്തിയ കറുത്ത ശക്തികൾ ആരാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം വരാൻ വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകളോടൊപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്ത മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മാ അസബതു മിൻ ഖൗലി ഹാദാ മിൻ നിഅമത്തി റബ്ബി വ മഹ്ലി ഫളിഹി വമാ അഖ്തഅതു മിൻ നഫ്സി വ മിനശ് ശൈത്വാൻ വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരണീയരായ മുഅ്മിനീങ്ങളെ, വളരെ തിരക്കുകൾക്കിടയിലും ഇന്നലെ മറ്റൊരു പ്രഭാഷണമായിരുന്നു, ഇന്നും തിരൂരും മറ്റും പോയിരുന്നു. എന്നിട്ടും ആ തിരക്കുകൾക്കിടയിൽ ഈ വളരെ നല്ലൊരു പ്രഭാഷണം നമുക്ക് വേണ്ടി നിർവഹിച്ചു തന്ന ബഹുമാനപ്പെട്ട പ്രഭാഷകനെ എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. ക്ലാസ് റൂമിന്റെ പേരിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും അദ്ദേഹത്തിനും നമുക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മൈക്ക് റിലീസാക്കുകയാണ്. അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സത്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഖൈറായ രീതിയിൽ നമുക്ക് മുമ്പിൽ തുറന്നെത്തിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.